കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഇന്ന് വളരെ രസമായിട്ടാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നിൽക്കുന്നത്. എന്താ രസം! ഇന്നിപ്പോൾ നാളത്തെ കല്യാണങ്ങളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നതും കളഭാലങ്കാരും കിരണാനന്ദോദിക്കനാണ്. വളരെ കേമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ എന്താ അതിൻ്റെ ഇപ്പോൾ പറയുക എന്ന് പറഞ്ഞാൽ, കയ്യിൽ ഒരു ഓടക്കുഴലുണ്ട്, പൊന്നോടക്കുഴലുണ്ട്. അത് കൂടാതെ ഒരു വലത്തെ കയ്യിൽ അപ്പമുണ്ട്, കാരോലപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ കാരോലപ്പം ഇങ്ങനെ വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും പൊന്നോടക്കുഴലും വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിലേക്കും കൗതുകമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കൂടെ ഗണപതി കൂടി ഉണ്ട്. പൊന്ന് ഗണപതിയും കൂടി ഇന്ന് കൂടെ ഉണ്ട്. ആ തുമ്പിക്കൈ കൊണ്ട് ആ പൊന്ന് ഗണപതി ചോദിക്കുകയാണ്, അപ്പയ്ക്കിതാന്ന് പറയണം. ആ കൊതിയൻ, അപ്പക്കൊതിയൻ. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അത് മോദകമാണോ വെച്ചിട്ടാണെന്ന് തോന്നുന്നത്. എന്തായാലും അപ്പം ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടാളും കൂടിയാണ്. ഇടത്ത് ഭാഗത്ത് ഇങ്ങനെ ഗണപതി നിൽക്കുന്നുണ്ട്, വലത്ത് ഭാഗത്തായിട്ട് പൊന്നു ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനും ഉണ്ട്. നല്ല രസമായിട്ട് ഇന്ന് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇന്നിപ്പോൾ ചതുർത്ഥിയല്ലേ. ചതുർത്ഥി ആകുമ്പോൾ ഗണപതിനെയും കൂടി കൂടാന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഗണപതി ചോദിക്കുന്നുണ്ട്, കൊടുക്കുമായിരിക്കാം, അപ്പം കൊടുക്കുമായിരിക്കാം. എന്തായാലും ചോദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ. നാളത്തെ തിരക്കിൻ്റെയൊക്കെ ആളുകളൊക്കെ കുറേ അവിടെയും ഇവിടെയൊക്കെ എത്തിത്തുടങ്ങി. തിരക്കൊക്കെ ആയി തുടങ്ങി എല്ലായിടത്തും. നാളെ തിരക്ക് തന്നെ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ ഗുരുവായൂർ പോവുക കേട്ടോ. എല്ലാവരും തൊഴാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളൂ. നമ്മൾ ഗുരുവായൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരെത്തി, അമ്പലനടയിലെത്തി. അവിടെ കയറുകയാണ്. അവിടെ കയറുമ്പോൾ ഒന്ന് ആ വാതിൽ പടിയുടെ അവിടെ നിന്നിട്ടൊന്ന് നോക്കുമ്പോൾ ആ ഉണ്ണിക്കണ്ണനെയും ഗണപതിനെയും ഇങ്ങനെ കാണുന്ന ഒരു മിന്നായം. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ കാണുകയാണ്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ ആ മണ്ഡപത്തിൻ്റെ അവിടുന്ന് ഒന്നും കൂടി ഗുരുവായൂരപ്പനെ അങ്ങനെ കാണുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ സോപാനപ്പടിയുടെ അവിടേക്ക് എത്തിയിട്ടോ. അപ്പോൾ സോപാനപ്പടിയുടെ അവിടെ നിന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് അവിടെ എത്തി. എല്ലാവരും കേട്ടോ, എൻ്റെ കൂടെ എല്ലാവരും മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പ സന്നിധിയിലാണ്, ഗുരുവായൂരാണ്. അതങ്ങോട്ട് നിരീക്കുക. അപ്പോൾ അങ്ങനെ അവിടെ എത്തി നമ്മൾ ആ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ, ആ ഉണ്ണിയപ്പം പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് കാണാനുള്ളത്. ഒരു കയ്യിൽ ഓടക്കുഴലും മറുകൈയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉണ്ണിയപ്പവും. അടുത്ത് തന്നെ ഇട്ട് സന്തത സഹചാരിയായിട്ട് ഇന്നിപ്പോൾ എന്തായാലും വിഘ്നങ്ങൾ അകറ്റിയിട്ട് വിഘ്നേശ്വരൻ കൂടെ ഉണ്ട്. അപ്പോൾ വിഘ്നേശ്വരൻ ആ തുമ്പിക്കൈ കൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തുനിന്ന് ഇതിങ്ങനെ ചോദിക്കുകയാണ്, ആ ഉണ്ണിയപ്പം താ ഉണ്ണിക്കണ്ണാന്ന് പറയുകയാണ്. അപ്പോൾ കൊടുക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കിട്ടുമായിരിക്കാം എന്നുള്ള ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ മുമ്പ് തട്ടിപ്പറിക്കുമായിരിക്കും. എന്തായാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് കാഴ്ച കാണാൻ നല്ല രസമാണെന്ന്. അപ്പോൾ എല്ലാവരും ആ ഒരു അസുലഭ നിമിഷം, ആ ഉണ്ണിക്കണ്ണനെയും ഗണപതിയും ഇന്ന് ചതുർത്ഥി ആവുകൊണ്ട് രണ്ടാളും കൂടി ഒത്തുകൂടിയിട്ടുള്ള ആ അസുലഭ മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ് എല്ലാവരും നമ്മളെല്ലാ ദുഃഖങ്ങളും ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ആ സോപാനപ്പടിയിൽ കേട്ടോ. എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും മനസ്സുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സ് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് എന്ന് സങ്കല്പിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണ ഹരേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവരും രക്ഷിക്കട്ടെ ഗുരുവായൂരപ്പൻ. എല്ലാവർക്കും താങ്ങും തണലായിട്ട് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.